നിൽക്കൂ. മഹാരാജാവിനോട് അറിയിക്കൂ. ഏത് ഭാവത്തിലായാലും, ഏത് രൂപത്തിലായാലും, ഏത് പതനത്തിലായാലും അയോധ്യയിലെ ജനത അദ്ദേഹത്തെ രാജാവായി സ്വീകരിക്കുമെന്ന്, ഈ ഹരിചന്ദ്രൻ വിനീതനായി വണങ്ങി നിൽക്കുമെന്ന് അറിയിച്ചു കൊള്ളാം യുവരാജൻ. ആ ത്രിശങ്കു കുമാരന്റെ പിതാവ് ചെയ്തത് അതായിരുന്നില്ല. അതിന്റെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത്. എങ്കിലും ഗുരു, ശാപം കടന്നതായിപ്പോയി. അത്ര കൊടിയ ശാപം പിതാവ് അർഹിക്കുന്നുണ്ടായിരുന്നു. കുമാര, വസിഷ്ഠ മഹർഷിയുടെ ശരികൾ എന്നെന്നും ശരികളാണ്. ആ ശരികൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അത് ചോദ്യം ചെയ്യുന്നത് ദേവനായാലും രാജനായാലും നമുക്ക് ക്ഷമിക്കാനാവില്ല. അങ്ങയെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. മന്ത്രി, ഞാനിത് 2ാം തവണയാണ് അയോധ്യയുടെ രാജധാനി വിട്ട് ഇറങ്ങിപ്പോരുന്നത്. ഇനിയും അവിടേക്ക് മടങ്ങി വരിക സാധ്യമല്ല. മന്ത്രിക്ക് പോകാം. പിതാവേ, ആ മഹാരാജാവ് അംബാവനത്തിൽ കഷ്ടപ്പെട്ട് കഴിയുകയാണിപ്പോ. അയോധ്യയിലെ രാജാവെന്തിനാണ് അംബാവനത്തിൽ കഴിയുന്നത്? വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ശപിച്ച് ചണ്ടാലനാക്കി. അതിൽ മനം നൊന്ത് അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു പോയി പ്രഭു.